എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി വരാനിരിക്കുന്ന VFA, കമ്പനി ബോർഡ്, LGS എന്നീ പരീക്ഷകൾക്ക് മുന്നോടിയായിട്ടുള്ള മുൻവർഷങ്ങളിൽ PSC ചോദിച്ച ചോദ്യങ്ങളുടെ ഒരു ക്വിക്ക് റിവിഷനാണ്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, 1932 നടന്ന നിവർത്തന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1932 നടന്ന നിവർത്തന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ, ഉദ്യോഗ സംവരണം. ഉദ്യോഗ സംവരണവുമായി ബന്ധപ്പെട്ടതാണ് 1932 നടന്ന നിവർത്തന പ്രക്ഷോഭം. 1571 മുതൽ 1585 വരെ മുഗളന്മാരുടെ തലസ്ഥാനം ഏതായിരുന്നു? 1571 മുതൽ 1585 വരെ മുഗളന്മാരുടെ തലസ്ഥാനം. ആൻസർ ഓപ്ഷൻ ബി, ഫത്തേപൂർ സിക്രി. ഫത്തേപൂർ സിക്രിയാണ് 1571 മുതൽ 1585 വരെ മുഗളന്മാരുടെ തലസ്ഥാനം. ഏതു വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? ആത്മീയ സഭ രൂപീകരിച്ചത് ഏത് വർഷമാണ്? ആൻസർ ഓപ്ഷൻ ബി, 1815. 1815 ആത്മീയ സഭ രൂപീകരിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ അധ്യക്ഷനായിരുന്നത് ആരായിരുന്നു? ഇന്ത്യയിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ അധ്യക്ഷൻ ആയിരുന്നത് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി, സുകുമാർ സെൻ. സുകുമാർ സെന്നാണ് ഇന്ത്യയിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ അധ്യക്ഷൻ ആയിരുന്നത്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലുണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലുണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളുടെ എണ്ണം എത്രയായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി, 565. 565 നാട്ടുരാജ്യങ്ങളാണ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലുണ്ടായിരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത NW1 ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത NW1 ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ, ഗംഗ. ഗംഗാ നദിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത NW1 സ്ഥിതി ചെയ്യുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി 20 പരിപാടികൾ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി 20 പരിപാടികൾ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, 5ാം പഞ്ചവത്സര പദ്ധതി. 5ാം പഞ്ചവത്സര പദ്ധതിയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി 20 പരിപാടികൾ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ എ, ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. കേരള സർക്കാരിൻ്റെ താഴെ പറയുന്ന സാമൂഹ്യക്ഷേമ പദ്ധതിയിലൂടെ ഒരു മുഴുവൻ സമയപരിചാരകന്റെ സേവനം ആവശ്യമാം വിധം കിടപ്പിലായ രോഗികളുടെ മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും ഗുരുതര രോഗമുള്ളവരെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? കേരള സർക്കാരിൻ്റെ താഴെ പറയുന്ന സാമൂഹ്യക്ഷേമ പദ്ധതിയിലൂടെ ഒരു മുഴുവൻ സമയപരിചാരകന്റെ സേവനം ആവശ്യമാം വിധം കിടപ്പിലായ രോഗികളെയും മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും ഗുരുതര രോഗമുള്ളവരെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ആശ്വാസ കിരണം. ആശ്വാസ കിരണം പദ്ധതിയാണ് കേരള സർക്കാരിൻ്റെ താഴെ പറയുന്ന സാമൂഹ്യക്ഷേമ പദ്ധതിയിലൂടെ ഒരു മുഴുവൻ സമയപരിചാരകന്റെ സേവനം ആവശ്യമാം വിധം കിടപ്പിലായ രോഗികളെയും മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും ഗുരുതര രോഗമുള്ളവരെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി. അടിയന്തരാവസ്ഥ എന്ന വ്യവസ്ഥ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യ കടം കൊണ്ടത്? അടിയന്തരാവസ്ഥ എന്ന വ്യവസ്ഥ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യ കടം കൊണ്ടത്? ആൻസർ ഓപ്ഷൻ സി, ജർമ്മൻ ഭരണഘടന. ജർമ്മൻ ഭരണഘടനയിൽ നിന്നാണ് അടിയന്തരാവസ്ഥ എന്ന വ്യവസ്ഥ ഇന്ത്യ കടം കൊണ്ടത്. ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിയമസാധുത നൽകിയ കമ്മിറ്റി ഏതാണ്? ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിയമസാധുത നൽകിയ കമ്മിറ്റി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, PK തുങ്കൻ കമ്മിറ്റി. PK തുങ്കൻ കമ്മിറ്റിയാണ് ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിയമസാധുത നൽകിയ കമ്മിറ്റി. ഇന്ത്യൻ ഭരണഘടനയിൽ വിദ്യാഭ്യാസം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് കണ്ടെത്തുക. ഇന്ത്യൻ ഭരണഘടനയിൽ
വിദ്യാഭ്യാസം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കൺകറന്റ് ലിസ്റ്റ്. കൺകറന്റ് ലിസ്റ്റാണ് ഇന്ത്യൻ ഭരണഘടനയിൽ വിദ്യാഭ്യാസം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ്. സുവർണ വിപ്ലവം എന്നറിയപ്പെടുന്നത് ഏത് ഉൽപാദനത്തെയാണ്? സുവർണ വിപ്ലവം എന്നറിയപ്പെടുന്നത് ഏത് ഉൽപാദനത്തെയാണ്? ആൻസർ ഓപ്ഷൻ ബി പഴം പച്ചക്കറി. പഴം പച്ചക്കറിയെയാണ് സുവർണ വിപ്ലവം എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച്. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച്. അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചാണ് കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. PC മഹലനോബിസ് ആരംഭിച്ച പ്രസിദ്ധീകരണം ഏത്? PC മഹലനോബിസ് ആരംഭിച്ച പ്രസിദ്ധീകരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ സംഖ്യ. സംഖ്യയാണ് PC മഹലനോബിസ് ആരംഭിച്ച പ്രസിദ്ധീകരണം. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന കേരളത്തിലെ പ്രധാന ജലപാത ഏതാണ്? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന കേരളത്തിലെ പ്രധാന ജലപാത ഏതാണ്? ആൻസർ ഓപ്ഷൻ സി NW3. NW3 ആണ് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന കേരളത്തിലെ പ്രധാന ജലപാത. മൺസൂൺ വനങ്ങൾ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനങ്ങൾ ഏതാണ്? മൺസൂൺ വനങ്ങൾ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനങ്ങൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളാണ് മൺസൂൺ വനങ്ങൾ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനങ്ങൾ. ഇന്ത്യയിൽ ആദ്യമായി മെട്രോ സർവീസ് ആരംഭിച്ച നഗരം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി മെട്രോ സർവീസ് ആരംഭിച്ച നഗരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കൊൽക്കത്ത. കൊൽക്കത്തയാണ് ഇന്ത്യയിൽ ആദ്യമായി മെട്രോ സർവീസ് ആരംഭിച്ച നഗരം. ഗ്രന്ഥശാല പ്രവർത്തകനായ PN പണിക്കരുടെ ജന്മസ്ഥലം. ഗ്രന്ഥശാല പ്രവർത്തകനായ PN പണിക്കരുടെ ജന്മസ്ഥലം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആലപ്പുഴ. ആലപ്പുഴയിലാണ് ഗ്രന്ഥശാല പ്രവർത്തകനായ PN പണിക്കരുടെ ജന്മസ്ഥലം. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു വൈറസ് രോഗം? താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു വൈറസ് രോഗം? ആൻസർ ഓപ്ഷൻ ഡി ജലദോഷം. ജലദോഷമാണ് ഒരു വൈറസ് രോഗം. തയാമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? തയാമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ജീവകം B1. ജീവകം B1 ആണ് തയാമിൻ എന്നറിയപ്പെടുന്ന ജീവകം. ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരമായി സമീപകാലങ്ങളിൽ ഉപയോഗിക്കുന്ന ബയോ ഇന്ധനങ്ങളിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്നത്. ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരമായി സമീപകാലങ്ങളിൽ ഉപയോഗിക്കുന്ന ബയോ ഇന്ധനങ്ങളിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി എഥനോൾ. എഥനോളാണ് ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരമായി സമീപകാലങ്ങളിൽ ഉപയോഗിക്കുന്ന ബയോ ഇന്ധനങ്ങളിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്നത്. ശ്മശാനങ്ങളിലെ പ്രേതബാധ എന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയുള്ളത് ഏത് മൂലകത്തിന്റെ രൂപാന്തരത്തിന്റെ ഇരുട്ടിലുള്ള തിളക്കം മൂലമാണ്? ശ്മശാനങ്ങളിലെ പ്രേതബാധ എന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയുള്ളത് ഏത് മൂലകത്തിന്റെ രൂപാന്തരത്തിന്റെ ഇരുട്ടിലുള്ള തിളക്കം മൂലമാണ്? ആൻസർ ഓപ്ഷൻ ബി ഫോസ്ഫറസ്. ഫോസ്ഫറസ് മൂലമാണ് ശ്മശാനങ്ങളിലെ പ്രേതബാധ എന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയുള്ളത്. ആവർത്തന പട്ടികയിലെ 10ാമത്തെ മൂലകം ഏതാണ്? ആവർത്തന പട്ടികയിലെ 10ാമത്തെ മൂലകം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ നിയോൺ. നിയോണാണ് ആവർത്തന പട്ടികയിലെ 10ാമത്തെ മൂലകം. ടൈഫോയിഡ് സ്ഥിരീകരിക്കുന്നതിനുള്ള രോഗനിർണയ രീതി ഏതാണ്? ടൈഫോയിഡ് സ്ഥിരീകരിക്കുന്നതിനുള്ള രോഗനിർണയ രീതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ വൈഡൽ ടെസ്റ്റ്. വൈഡൽ ടെസ്റ്റാണ് ടൈഫോയിഡ് സ്ഥിരീകരിക്കുന്നതിനുള്ള രോഗനിർണയ രീതി. ഹൈഡ്രോളിക് ബ്രേക്കിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാന നിയമം. ഹൈഡ്രോളിക് ബ്രേക്കിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാന നിയമം ഏതാണ്? ആൻസർ പാസ്കൽ നിയമം. പാസ്കൽ നിയമമാണ് ഹൈഡ്രോളിക് ബ്രേക്കിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാന നിയമം. ആനോഡിൽ നടക്കുന്ന രാസപ്രവർത്തനം ഏതാണ്? ആനോഡിൽ നടക്കുന്ന രാസപ്രവർത്തനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഓക്സിഡേഷൻ. ഓക്സിഡേഷനാണ് ആനോഡിൽ നടക്കുന്ന രാസപ്രവർത്തനം. ദ്രാവകതുള്ളി ഗോളാകൃതിയിൽ ആകാൻ കാരണം.
ദ്രാവക തുള്ളി ഗോളാകൃതിയിലാകാൻ കാരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ പ്രതലബലം. പ്രതലബലമാണ് ദ്രാവക തുള്ളി ഗോളാകൃതിയിൽ ആകാനുള്ള കാരണം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി രാഷ്ട്രപതി. രാഷ്ട്രപതിയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ നീളത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ നീളത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ചന്ദ്രശേഖർ പരിധി. ചന്ദ്രശേഖർ പരിധിയാണ് താഴെ തന്നിരിക്കുന്നവയിൽ നീളത്തിന്റെ യൂണിറ്റ് അല്ലാത്തത്. ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രന്റെ ആകെ ഊർജം. ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രന്റെ ആകെ ഊർജം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ നെഗറ്റീവ്. നെഗറ്റീവാണ് ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രന്റെ ആകെ ഊർജം. ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ഹരിതഗ്രഹ പ്രവാഹത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ ആണ് ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലം. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി നർമ്മദ. നർമ്മദയാണ് ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി. മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് എടുത്തതാണ്? മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് എടുത്തതാണ്? ആൻസർ ഓപ്ഷൻ എ അറബി. അറബി ഭാഷയിൽ നിന്നെടുത്തതാണ് മൺസൂൺ എന്ന വാക്ക്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയ ഉദ്യാനം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയ ഉദ്യാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കാഞ്ചൻജംഗ ദേശീയോദ്യാനം. കാഞ്ചൻജംഗ ദേശീയോദ്യാനമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം. പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്. ഗാന്ധിജിയിൽ ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം. ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഇന്ത്യയിലെ ആദ്യ ഉപരാഷ്ട്രപതി ആരാണ്? ആൻസർ ഓപ്ഷൻ സി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി. ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തി ആരാണ്? ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ സി ഡോക്ടർ സക്കീർ ഹുസൈൻ. ഡോക്ടർ സക്കീർ ഹുസൈനാണ് ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തി.